പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ 2 പദ്ധതികളാണ്. ഒന്ന് PMEGP അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം, പ്രധാനമന്ത്രിയുടെ തൊഴിൽദാന പദ്ധതി. അത് 2006 മുതൽ ആരംഭിച്ച് ഇത്രയും കാലമായി നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഏറ്റവും കൂടുതൽ പേരെ സഹായിച്ചുകൊണ്ട് രാജ്യം മുഴുവൻ ഏറ്റവും സ്വീകാര്യതയുള്ള പദ്ധതിയായിട്ട് ഏറ്റവും മുന്നിലുള്ളത് PMEGP പദ്ധതി. അത് കഴിഞ്ഞാൽ രണ്ടാമത് PMFME ആണ്. ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ്, ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങൾക്ക് മാത്രമുള്ള പദ്ധതിയാണ് PMFME. നിങ്ങൾക്ക് ഒരു ബ്രോഷർ തരും, ഞങ്ങളെ വ്യവസായ വകുപ്പിന്റെ വിവിധ പദ്ധതികളുടെ ബ്രോഷർ ഒരെണ്ണം തരും. അതിനകത്ത് എല്ലാ സ്കീംസിനെ കുറിച്ചുള്ള ഒരു ലഘു വിവരണം ഉണ്ടാവും. അതിനെക്കുറിച്ച് അത് ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയ സ്കീം എന്നുള്ളത് നിങ്ങളുടെ എല്ലാ ബ്ലോക്കുകളിലും വ്യവസായ വികസന ഓഫീസർമാരുണ്ട്. അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പദ്ധതിയുമായി ഏറ്റവും കൂടുതൽ പ്രയോജനം, അതായത് സബ്സിഡി ധനസഹായം നിങ്ങൾക്ക് ലഭിക്കുന്ന ഏത് പദ്ധതിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അത് അതിനുള്ള ട്രെയിനിങ്ങുകൾ ഇപ്പോൾ ഇതുപോലെ ഒരു 1 ഡേ ക്ലാസ് FPO നടത്തുന്നത് പോലെ തന്നെ വ്യവസായ വകുപ്പ് ക്ലാസ്സുകൾ നടത്താറുണ്ട്. സ്കീമുകളെ കുറിച്ചുകൊണ്ട് വിവിധ ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടത്താറുണ്ട്. അപ്പോൾ PMEGP പദ്ധതിയിലാണെങ്കിൽ നമുക്ക് പരമാവധി 50 ലക്ഷം രൂപ വരെ ഉത്പാദക സംരംഭങ്ങൾക്കും 20 ലക്ഷം രൂപ വരെ സേവന സംരംഭങ്ങൾക്കും വായ്പയായി ലഭിക്കുന്ന പദ്ധതിയാണ്. വായ്പാ ബന്ധിത പദ്ധതിയാണ്. ഏതെങ്കിലും ബാങ്കുമായി വായ്പ ഉണ്ടായിരിക്കണം ആ പദ്ധതി. അതിന് 15% തുടങ്ങി 35% വരെ സബ്സിഡിയായിട്ട് ആകെ പദ്ധതി തുകയുടെ 15% മുതൽ 35% വരെ സബ്സിഡി ആയിട്ട് ലഭിക്കുന്ന പദ്ധതിയാണ് PMEGP. ആകെ പദ്ധതി തുകയിൽ നമ്മുടെ മെഷീനറിക്ക് വേണ്ട തുകയും ഒപ്പം വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് നിങ്ങളുടെ അസംസ്കൃത വസ്തുക്കൾക്ക് വേണ്ടിയുള്ള വർക്കിംഗ് ക്യാപിറ്റലും കൂടെ ഉൾപ്പെടെയുള്ള ടോട്ടൽ പ്രോജക്ട് കോസ്റ്റിനാണ് ഈ സബ്സിഡി തുക ലഭിക്കുക. ഇത് ബാങ്കുകളിൽ നിന്ന് ലോൺ സാങ്ഷനായി നിങ്ങളുടെ പദ്ധതി തുടങ്ങി 6 മാസത്തിനകത്ത് സബ്സിഡി തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക്, ബാങ്കിന്റെ സസ്പെൻസ് അക്കൗണ്ടിലേക്ക് വരും. അത് 3 വർഷം വരെ സക്സസ്ഫുൾ ആയിട്ട് ആ യൂണിറ്റ് റൺ ചെയ്ത് സർട്ടിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഈ സബ്സിഡി തുക ലോണിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യാണ് അതിന്റെ സിസ്റ്റം. കൂടുതൽ വിശദമായ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളോട് പറയില്ല, കാരണം ക്ലാസ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയ ക്ലാസ് എന്നുള്ളത്. തൊട്ട് പിന്നാലെ PMFME എന്ന് പറയുന്ന പദ്ധതിയാണ്. PMFME പദ്ധതിയിൽ പരമാവധി 10 ലക്ഷം വരെ സബ്സിഡി ആയിട്ട് ലഭിക്കും. അതായത് ഏകദേശം ഒരു 30 ലക്ഷത്തിന് താഴെ വരെ ഉള്ള പ്രോജക്റ്റുകൾ PMFMEയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. PMFME പ്രത്യേകം ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങൾക്ക് മാത്രം ഉള്ള പദ്ധതി. അതുകൊണ്ട് തന്നെ FPOകളുടെ പ്രോജക്റ്റുകൾ മിക്കവാറും PMFMEയിലാണ് കവർ ചെയ്യുന്നത്. PMFMEയുടെ പ്രത്യേകത, അതിന് ആകെ നിങ്ങളുടെ മെഷീനറി സ്ഥിര ആസ്തികളിൽ കൊടുക്കുന്ന തുകയ്ക്കാണ് സബ്സിഡി. PMEGPയിലാണെങ്കിൽ ആകെ പദ്ധതി തുകയുടെ 35%, PMFME പദ്ധതിയിൽ നിങ്ങളുടെ മെഷീനറികൾ, അതായത് സ്ഥിര ആസ്തികൾക്ക് 35% സബ്സിഡി കൊടുക്കും. പക്ഷേ വർക്കിംഗ് ക്യാപിറ്റൽ, നമുക്കൊരു പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ സ്ഥിരാസ്തികൾ മാത്രം പോരല്ലോ, മെഷീനറി മാത്രം പോരാ, ഫിക്സഡ് ക്യാപിറ്റൽ മാത്രം പോരാ. വർക്കിംഗ് ക്യാപിറ്റൽ സർക്കാരിന്റെ 1 ഫാമിലി 1 എന്റർപ്രൈസ് OFOE എന്നുള്ള പദ്ധതി കൂടി സംയോജിപ്പിച്ചു. അപ്പോൾ OFOE പദ്ധതിയിൽ 10 ലക്ഷം വരെയുള്ള വർക്കിംഗ് ക്യാപിറ്റൽ തുകയ്ക്ക് 6% പലിശ സബ്വെൻഷൻ വരും. പലിശ സബ്വെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്ക് വായ്പ തരുന്നത് ഒരു 10%, 11% ഒക്കെ പലിശയിലായിരിക്കും വായ്പ ലഭിക്കുക. അപ്പോൾ ഈ വായ്പ തിരിച്ചടച്ച് തുടങ്ങുമ്പോൾ ഒരു 5 വർഷം വരെ നിങ്ങൾക്ക് 6% തിരികെ ലഭിക്കും. അങ്ങനെ വരുമ്പോൾ 11% എടുത്ത വായ്പയിൽ നിന്ന് 6 പോയാൽ നമുക്ക് 5% വായ്പയിൽ ലോൺ കിട്ടിയതിന് തുല്യമാണ്. അതാണ് ആ പദ്ധതി. ഓരോ 6 മാസം കൂടുമ്പോഴും ഈ പലിശ സബ്വെൻഷൻ നമുക്ക് വാങ്ങിക്കാം. നമ്മളിപ്പോൾ 2-1.5 വർഷമായിട്ട് പലിശ സബ്വെൻഷൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. പരമാവധി ഒരു യൂണിറ്റിന് 3 ലക്ഷം രൂപ വരെ പലിശ സബ്വെൻഷൻ 6% തിരികെ കിട്ടുന്ന ഇനത്തിൽ ഇത് ലഭിക്കും. PMFMEയും OFOEയും സംയോജിപ്പിച്ചാണ് കേരളത്തിൽ നമ്മളത് നടപ്പിലാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിൽ PMFMEയുടെ ടാർഗറ്റ്, അതായത് 2 വർഷം മുമ്പ് PMFME 2022-23 ആദ്യമായിട്ട് അത് കേന്ദ്ര സർക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അന്ന് നമുക്ക് 2025 സംസ്ഥാനത്ത് ആകെ 1000-ൽ താഴെ 900 യൂണിറ്റുകൾ ആരംഭിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് കൊണ്ടുവന്നതെങ്കിൽ അതാത് വർഷങ്ങളിലെ ടാർഗറ്റ് കേരളം ആകെ നേടിയതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം അത് 3000 എണ്ണം കൂടി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം ഈ ജില്ലയ്ക്ക് നമുക്ക് 2025 വരെ 245 യൂണിറ്റുകൾ ആരംഭിക്കാനാണ് നമുക്ക് നിർദ്ദേശം നൽകിയിരുന്നത്. അതിൽ ഇനി 61 യൂണിറ്റുകൾ കൂടി
ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷം 2 വർഷം കൊണ്ട് തന്നെ നേടി കഴിഞ്ഞു. അപ്പോൾ ഈ വർഷം നമുക്ക് ഒരു 149